വേനൽ ചൂടിന് ആശ്വാസമായി ഇന്ന് വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചു. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി തന്നെ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഇതാകട്ടെ 24 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങിക്കൊണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഫെബ്രുവരി 22-ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ബാക്കിയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ അവിടെ പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാകട്ടെ അത് പുതിയ ന്യൂനമർദ്ദമായി തന്നെ ലയിക്കുകയും ചെയ്തു. കേരളത്തിൽ ഫെബ്രുവരി 25 വരെ മഴ പെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. അതേസമയം 1891 മുതൽ 2025 വരെ രൂപപ്പെട്ടത് 6 ന്യൂനമർദ്ദങ്ങളാണ്. അത് ചൂടിനിടയിലും ബംഗാൾ ഉൾക്കടലിൽ ഫെബ്രുവരിയിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് വരെ അപൂർവമായ ഒന്നായി തന്നെ കണക്കാക്കുന്നുണ്ട്. അതേസമയം 1944, 1999കളിൽ ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റായി തന്നെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ 2026 ഈ ഒരു ഫെബ്രുവരിയിൽ മാത്രം രൂപപ്പെട്ടതാകട്ടെ 2 ന്യൂനമർദ്ദങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതായും ഇന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതായും കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ തന്നെ തെക്കൻ കേരള തീരത്തോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ അവിടെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടതായി തന്നെ ഇവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ കൂടുതലായി തന്നെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണിപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇടത്തരം മഴയും അതുപോലെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉള്ള സാഹചര്യത്തിൽ കൂടുതലായും പുറത്തിറങ്ങുന്നത് പരിമിതപ്പെടുത്തുകയും അനാവശ്യമായ യാത്രകൾ പോലും ഒഴിവാക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് അവിടെ സുരക്ഷിതമായൊരു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടത് അനിവാര്യമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർ ഉറപ്പായും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ പ്രത്യേകമായ ജാഗ്രത പുലർത്തണം. കാരണം ഇത്തരത്തിൽ അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ കൂടുതലായി അധികൃതരുമായി ബന്ധപ്പെടുകയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് തങ്ങൾ ഒരു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി നിൽക്കാൻ പറ്റുമോ എന്ന ഒരു കണ്ടെത്തൽ കൂടി അവിടെ നടത്തണം. ഉറപ്പായും വേഗം തന്നെ അവിടെ നിന്നും മാറി താമസിക്കേണ്ടതുമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാൽ പോലും നദികൾ മുറിച്ച് കടക്കുവാനോ അല്ലെങ്കിൽ നദികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലേക്കോ ഇത്തരത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഒന്നും തന്നെ ഇറങ്ങാൻ പാടുള്ളതല്ല. മാത്രമല്ല ഇടിമിന്നലുള്ള സമയത്ത് കൂടുതലായും തന്നെ ടെറസിലോ അല്ലെങ്കിൽ മറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതലായും മിന്നലേൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സമയങ്ങളിൽ ടെറസിൽ തുണി പെറുക്കാനോ അല്ലെങ്കിൽ തുണി വിരിക്കാനോ ഒന്നും തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളതല്ല. മാത്രമല്ല മരങ്ങൾ ഈ ഒരു അവസരത്തിൽ കടപുഴകി വീഴാനും സാധ്യത ഏറെയാണ്. ആയതിനാൽ തന്നെ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ പോലും കൂടുതലായി തന്നെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.